നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇത് പ്രസിദ്ധമായ ഒരു ഡയലോഗാണ്, ഒരു സിനിമാ ഡയലോഗ്. CID മൂസ എന്ന് പറഞ്ഞ സിനിമയിലെ മോഷ്ടാവായിട്ട് അഭിനയിക്കുന്ന ഹരിശ്രീ അശോകൻ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്ന ചോദിച്ചു വാങ്ങിച്ചു എന്ന്. ഇതുപോലെയാണ് നമ്മുടെ രാജ്യസഭയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് CPMൻ്റെ അംഗമാണ്. അദ്ദേഹം അങ്ങനെ രാജ്യസഭയിൽ ഒരു ചോദിച്ചു വാങ്ങൽ നടത്തി. അത് വളരെ കൗതുകകരമായ കാര്യമാണ്. ചോദിച്ചത് ബ്രിട്ടാസാണ്, കൊടുത്തത് AIDMKയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള MP M തമ്പിദുരൈയാണ്. അങ്ങനെ ചോദിച്ച് വാങ്ങിച്ചു. തമ്പിദുരൈ 16ാം ലോകസഭയിൽ സ്പീക്കറായിരുന്നു, ഇപ്പോൾ രാജ്യസഭാംഗമാണ്. ഈ തമിഴ്നാട്ടുകാർക്ക് മുഖ്യമന്ത്രി ജയലളിത അമ്മയാണ്. അവർ അമ്മ എന്നാണ് മുഖ്യമന്ത്രി ജയലളിതയെ പരാമർശിക്കുന്നത്. അങ്ങനെ തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത്. സംസ്കാരത്തിൽ സ്ത്രീകളെല്ലാം തന്നെ അമ്മമാരാണ്. അത് പ്രായമൊന്നുമില്ല. കൊച്ചുകുട്ടികളെ പോലും അവർ അമ്മ എന്നാണ് വിളിക്കുന്നത്. അതൊരു നല്ല മികച്ച ഒരു സംസ്കാരമാണ്, ഒരു സംവേദനമാണ്. പക്ഷേ അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിരളി പൂണ്ട് ഇളകുന്ന ചില ആൾക്കാരുണ്ട്. അമ്മ, മാതാവ് തുടങ്ങിയ ആ വാക്കുകൾ തന്നെ തീരെ പിടിക്കാത്ത ആൾക്കാരോ അലർജി ആയിട്ടുള്ള ആൾക്കാരോ ഉണ്ട്. അവർക്ക് ഭാരതമാതാവ്, ഗോമാതാവ്, ഗംഗാമാതാവ് ഇങ്ങനത്തെ വാക്കുകൾ പോലും പേടിയാണ്. മാതാ അമൃതാനന്ദമയി, അമ്മ, ആ പേരും ഒക്കെ അവർക്ക് അലർജിയോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്നതാണ്. പെറ്റമ്മയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. എന്തായാലും അതിൽപ്പെടുന്ന ആളാണോ ജോൺ ബ്രിട്ടാസ് എന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം പറഞ്ഞ മാതാവ്, അമ്മ തുടങ്ങിയ വാക്കുകളോട് വലിയ അലർജിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായതിനാൽ സ്വാഭാവികമായും അദ്ദേഹം അതിൻ്റെ ഭാഗമാകുമെന്ന് ഉറപ്പാണ്. അമ്മയെ, മാതാ അമൃതാനന്ദമയിയെ ഒരു വിദേശ വനിത അമ്മയ്ക്കെതിരെ അപഖ്യാതി ഉയർത്തിയപ്പോൾ അവരെ കാണുവാൻ വേണ്ടി വിദേശത്തേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയി ഇൻ്റർവ്യൂ നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ചരിത്രം ജോൺ ബ്രിട്ടാസിലുണ്ട്. അത് മറ്റൊരു ഭാഗം. പക്ഷേ രാജ്യസഭയിൽ കണക്കിന് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. തമ്പിദുരൈ തമിഴ്നാട്ടിലെ ഒരു വിഷയം ഉന്നയിക്കുകയായിരുന്നു. ആ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ആവർത്തിച്ച് പറയേണ്ടി വന്നു ഈ ജയലളിതയുടെ കാര്യം. അപ്പം ഫോർമർ ചീഫ് മിനിസ്റ്റർ അമ്മ എന്ന് പറഞ്ഞു. 1-2 പ്രാവശ്യം ഇത് കേട്ടപ്പോഴും ഏതമ്മ, എന്തമ്മ എന്ന് തൊട്ടുപിറകിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായി. 1-2 പ്രാവശ്യമൊക്കെ ഈ തമ്പിദുരൈ ക്ഷമിച്ചു. 3ാമത്തെ പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു യുവർ മദർ എന്ന് പറഞ്ഞു. യുവർ മദർ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ മലയാളം സംസ്കൃതീകരിച്ച മലയാളം പറയുകയാണെങ്കിൽ താങ്കളുടെ മാതാവ് എന്ന് പറയാം. തമിഴിലെ സ്റ്റൈലിൽ വളരെ ലളിതമായി പ്രാദേശികമായ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നിൻ്റെ തള്ള എന്നും പറയാം. ഇംഗ്ലീഷിലാണത് പറഞ്ഞെന്നുള്ളത് കൊണ്ട് അത് സഭയിലെ ചട്ടവിരുദ്ധമല്ല എന്ന് പറഞ്ഞാൽ അസഭ്യമല്ല, അൺപാർലമെൻ്ററി അല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞതായതുകൊണ്ട്. കാര്യം പറഞ്ഞിരിക്കുന്നത് യുവർ മദർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങളുടെ അമ്മ, താങ്കളുടെ അമ്മ, നിങ്ങളുടെ മാതാവ്, താങ്കളുടെ മാതാവ് എന്നുള്ള അർത്ഥവും അതിലെടുക്കാമല്ലോ. അതുകൊണ്ടൊരു ഗുണം കിട്ടി. ഈ ഇഡിയറ്റ് പ്രയോഗം പോലെ ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ഇഡിയറ്റ് പ്രയോഗം പോലെ അത് എക്സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല, സഭാരേഖകളിൽ നിന്ന് നീക്കേണ്ടി വന്നിട്ടില്ല. ഇതാണ് കിട്ടാനുള്ളത് കിട്ടി, അതല്ല ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു 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 കുഴപ്പം കൂടി ഉണ്ടായി അതിനകത്ത്. ജോൺ ബ്രിട്ടാസ് ഒരു സാങ്കല്പിക ഹിറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്കുള്ള ഹിറ്റ് ലിസ്റ്റിൽ പെട്ടെന്ന് കയറി കൂടുകയാണ് ഉണ്ടായത്. അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ടായിരിക്കണം ബ്രിട്ടാസ് തൊഴുത് അവിടെ തന്നെ കീഴടങ്ങുകയുണ്ടായി. മാത്രമല്ല, സഭ കഴിഞ്ഞ ശേഷം ബ്രിട്ടാസിൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ സഭ കഴിഞ്ഞ ശേഷം ഈ തമ്പിദുരൈയോട് അതേക്കുറിച്ച് വിശദീകരിക്കുകയും മാപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും തപ്പ് ഏറ്റ് ചൊല്ലി കാൽ പിടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അതൊരു മര്യാദയുടെ പ്രശ്നം കൂടിയാണ് കേട്ടോ. അങ്ങനെ വേണം, വേണ്ടെന്നല്ല, അത് വേണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അബദ്ധം പറ്റിപ്പോയതാണെന്ന് സഭയിൽ പറഞ്ഞില്ലെങ്കിലും, സഭയിൽ പറയാൻ ആവശ്യപ്പെട്ടില്ല, സഭയിൽ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തോട് നേരിട്ട് പറയുന്നത് ഒരു മര്യാദയുടെ ഭാഗം കൂടിയാണ്. ഈ അബദ്ധങ്ങൾ വാസ്തവത്തിൽ സംഭവിക്കുന്നതല്ല, അത് സംഭവിപ്പിക്കുന്നതാണ്, അങ്ങനെ വേണം പറയാൻ. കാര്യം സംഭവിപ്പിക്കാൻ കാരണം കൂടിയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിഴവുകളെല്ലാം അങ്ങനെയാണ്. അവർ കോടതിയിലെ ജഡ്ജിനെ ശുംഭൻ എന്ന് വിളിക്കും, കോടതിയെ ബൂഷ്വാ കോടതി എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഒത്തിരി അബദ്ധങ്ങൾ അങ്ങനെ പറയാറുണ്ട്. അതൊക്കെ അവരൊരു യുക്തി പോകുന്ന ഒരു ഘട്ടമാണ്. ആ യുക്തി പോകുന്ന ഘട്ടം എന്ന് പറയുമ്പോൾ ഈ ആവർത്തിച്ച് ഇങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാകും. പിൽക്കാലത്ത് തിരുത്തും എന്നുള്ളത് വേറൊരു ഭാഗം. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണല്ലോ നമ്മുടെ MA ബേബി. അദ്ദേഹം ഈ പാർലമെൻറ്റിൻ്റെ പുതുക്കി പണിഞ്ഞ സമയത്ത് പാർലമെൻറ്റിൻ്റെ അശോകസ്തംഭത്തിൽ 3 സിംഹങ്ങളാണുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ 3 അല്ല, അത് 3 ഡയമെൻഷൻ എന്ന് എവിടെയോ എഴുതി കണ്ടപ്പോൾ അത് 3 എന്ന് കണ്ട് 3 ചാടിക്കയറി 3 ആക്കി പറഞ്ഞതാണ്. തെറ്റൊന്ന്. 2016 ഈ വിക്ടോറിയ കോളേജിൽ, പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് വിരമിച്ച പ്രിൻസിപ്പൽ TN സരസുവിന്
അവിടുത്തെ SFI പ്രവർത്തകർ ക്യാമ്പസിൽ കോളേജ് അങ്കണത്തിൽ ശവകുടീരം ഉണ്ടാക്കി. അതിനെ അന്ന് ഈ MA ബേബി ന്യായീകരിച്ചതാണ്. ഒരു മനോഹരമായ ഇൻസ്റ്റലേഷൻ എന്നാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത്. കാൾ മാർക്സിൻ്റെ മൂലധനം പോലും തെറ്റാണ്, അത് വേണ്ടി വന്നാൽ തിരുത്താവുന്നതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതും വേറൊരു കാര്യം. കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗമാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അദ്ദേഹം മറ്റേ ഈ വളരെ വിവാദമായ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുകയുണ്ടായി. ഈ സാമ്രാജ്യത്വത്തെ യുദ്ധത്തെ ആഭ്യന്തര വിമോചന യുദ്ധമാക്കി മാറ്റണം എന്നൊക്കെ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം മാത്രമല്ല, അന്ന് ഒരു വാസ്തവം കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ കോവിഡിനെതിരെ കൊറോണയെ നേരിടുവാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റാണ് ആദ്യമായി വലിയ തുക നീക്കി വെച്ചിരിക്കുന്നത്. 15 കോടി അല്ല 20 കോടി അല്ല 20,000 കോടി എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് ആ തെറ്റ് പറ്റിയതിനെ യാതൊരു ചമ്മലുമില്ലാതെ അപ്പോൾ തന്നെ പറഞ്ഞു, ഈ പ്രായമായി വരികയല്ലേ, ഓർമ്മയൊക്കെ പോയി. അങ്ങനെ ഓർമ്മ പോയി പ്രായമായ ആളിനെയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇപ്പോഴും ദേശീയ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട സമയത്ത്, ആവശ്യമുള്ള സമയത്ത് അറിഞ്ഞും അറിയാതെയും അവർ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും പിഴവുകളും കാണിക്കും. മിക്കവാറും അത് പിന്നീട് തിരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള നമ്മുടെ ഇലക്ഷൻ സമയത്ത് വലിയ പ്രഖ്യാപനം നടത്തിയല്ലോ, കേരളം മുഴുവൻ ദാരിദ്ര്യമുക്തമാക്കുമെന്ന് മാത്രമല്ല, ഞങ്ങൾ പാവപ്പെട്ടവർ എന്ന വാക്കെല്ലാം മലയാളത്തിലെ ഡിക്ഷണറിയിൽ നിന്നെല്ലാം നീക്കുമെന്ന് പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അപ്പോൾ പൊതുവെ ആ പാർട്ടിയിലെ ആൾക്കാർ ഇങ്ങനെയൊക്കെ മനഃപൂർവ്വം പറയുന്നതാണോ അറിയാതെ പറയുന്നതാണോ, എന്തായാലും ശരി, മനഃപൂർവ്വം പറഞ്ഞാലും അറിയാതെ സംഭവിച്ചാലും ഇത് യുക്തി പോകുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണിത്. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ബോധമില്ലാതെ വരികയും യുക്തി ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ ബുദ്ധി പോകും, അബദ്ധം ധാരാളം വിടുകയും ചെയ്യും. പിന്നെ തിരുത്താൻ മടിയില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ MA ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമില്ലേ, വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളത് എല്ലാ ആളുകളും ആവർത്തിച്ച് പല കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. MA ബേബി യാതൊരു ഒഴുപ്പുമില്ലാതെ ആവർത്തിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീതകാലേ വിനാശബുദ്ധി എന്നാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ ശരിയാണ്. ഈ കാലവിപരീതമാകുമ്പോൾ ബുദ്ധിയെല്ലാം വിനാശകരമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇപ്പോൾ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ വാമൊഴി വഴക്കത്തിൽ വന്നിരിക്കുന്നത്. വിപരീത കാലത്താണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ വിനാശബുദ്ധിക്ക് കാരണമായി തീർന്നത്. അത് പാർട്ടിയിൽ അടിമുടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ദേശീയ തലത്തിൽ വന്ന അവലോകന റിപ്പോർട്ടുകളുണ്ടല്ലോ, നമ്മുടെ ഇലക്ഷൻ സമയത്ത് ഉണ്ടായ അവലോകന റിപ്പോർട്ടുകൾ തുടങ്ങി സംസ്ഥാനത്തെ വിവിധ വേദികളിൽ നടന്നിരുന്ന പാർട്ടിയുടെ വിശകലന പ്രസംഗങ്ങൾ, നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, മറുപടികൾ, ഇതിനകത്തെല്ലാം അത് ബോധ്യപ്പെടുന്നുണ്ട്. പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കുന്നുള്ളതാണ്, അത് ബ്രിട്ടാസ് ആയാലും MA ബേബി ആയാലും MV ഗോവിന്ദനായാലും ആരായാലും ശരി, മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വിപരീത കാലമാണ്, വിനാശബുദ്ധികൾക്ക് സാധ്യത ഏറെയാണ്. അതുകൊണ്ട് വാക്കുകൾക്ക് ഒരു മയമുണ്ടാവുക, വായിൽ തോന്നുന്നതെന്നും വിളിച്ചു പറയാതിരിക്കുക, സ്വയം ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റിൽ ചെന്ന് ചാടിക്കേറി വീഴരുത്, ചോദിച്ച് വാങ്ങരുത്. വീണ്ടും കാണാം. നമസ്കാരം.